മനുഷ്യൻ്റെ വികാരങ്ങളെ ചിന്തകളെയും ബാധിക്കുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണ് വിഷാദം അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്നത്. മെലങ്കോളി എന്ന പേരിൽ പണ്ട് മുതലേ അറിയപ്പെട്ടിരുന്ന ഈ അവസ്ഥ 15-20% ആളുകളെ ബാധിക്കാവുന്നതാണ്. സ്ഥിരമായിട്ടുള്ള സങ്കടം, ഒന്നിനോടും താല്പര്യമില്ലായ്മ, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. കാരണമൊന്നും അറിയാതെ ഉള്ളിൽ കരച്ചിൽ, എപ്പോഴും വിഷമം, പണ്ട് സന്തോഷത്തോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അത് സന്തോഷം നിലനിർത്താൻ പറ്റാതാവുക, പ്രത്യേകിച്ച് ഒന്നിനോട് താല്പര്യമില്ലാതെ അനുഭവപ്പെടുക, ഒരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുക, പൊതുവെ എപ്പോഴും ക്ഷീണവും തകർച്ചയും തോന്നുക, വിശപ്പ് കുറയുകയും ശരീരഭാരം കുറയുകയും ചെയ്യുക, ചിലർ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലവും അതുകൊണ്ട് ശരീരഭാരം കൂടുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാം. അതിനു പുറമെ ഉറക്കം കുറയുക, ഇത് പലതരത്തിലുമാവാം. കിടന്നാൽ ഉറക്കം വരാതെ ഇരിക്കുക, ഉറക്കം പലതവണ മുറിയുക, രാവിലെ നേരത്തെ ഉറക്കം ഉണരുക, ഉണർന്നാൽ വീണ്ടും ഉറക്കം വരാതിരിക്കുക, നല്ലപോലെ ഉറങ്ങിയാലും തൃപ്തി ലഭിക്കാതിരിക്കുക. ചിലരിൽ ഉറക്കം കൂടാറുണ്ട്, പകലും കൂടുതൽ സമയം കിടക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നതും കണ്ടുവരാറുണ്ട്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന തോന്നൽ, എനിക്ക് ഇനി ഭാവിയില്ല തുടങ്ങിയ ചിന്തകൾ, അകാരണമായി കുറ്റബോധം തോന്നുക, ശ്രദ്ധക്കുറവും തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറയുകയും ചെയ്യുക, മരണത്തെക്കുറിച്ചും ജീവിതം അവസാനിപ്പിക്കാനുള്ള ചിന്തകളെ പ്രവൃത്തികളോ നിരന്തരം മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുക. കുട്ടികളിൽ പഠനത്തിൽ ശ്രദ്ധക്കുറവും ഉറക്കക്കുറവ്, ദേഷ്യം, വിശപ്പ് കുറവ് തുടങ്ങിയ ലക്ഷണവും കണ്ടുവരാറുണ്ട്. പ്രായമായവരിൽ ശരീര അസ്വസ്ഥതകളും ഓർമ്മക്കുറവ്, വിശപ്പ് കുറവ്, ആത്മഹത്യ ചിന്ത, ദേഷ്യം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കുക, എനിക്ക് ആരും തന്നെ ഇല്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല തുടങ്ങിയ സംസാര രീതികൾ, ജോലി സ്ഥലത്തും പഠനത്തിലും ഉള്ള പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം ഇവയ്ക്ക് വിഷാദത്തിൻ്റെ ലക്ഷണമാവാം. കടുത്ത വിഷാദ രോഗമുള്ളവരിൽ ഇല്ലാത്ത ശബ്ദങ്ങളും കാഴ്ചകളും കേൾക്കുന്ന അവസ്ഥയും ഹാലുസിനേഷൻ തുടങ്ങിയ അവസ്ഥയും കണ്ടുവരാറുണ്ട്. ഡെലൂഷൻ എന്ന അവസ്ഥയും ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട്. വിഷാദത്തിൻ്റെ കാരണങ്ങളെ പൊതുവെ 3 തരംതിരിക്കാവുന്നതാണ്. തലച്ചോറിലെ നാഡീരസങ്ങൾ, അവയ്ക്ക് പ്രവർത്തിക്കാനുള്ള റിസപ്റ്റേഴ്സ്, ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ജീനുകൾ, ഇവയിലാണ് പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത്. തലച്ചോറിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന നാഡീരസങ്ങളായ സെറട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയവയുടെ പ്രവർത്തനത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും വിഷാദത്തിന് കാരണമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തലച്ചോറിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾക്കും ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾക്കും വിഷാദരോഗം ഉള്ളവരിൽ വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഇവയോടൊപ്പം ഉറക്കം, വിശപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗങ്ങളിലും ഇവർക്ക് മാറ്റങ്ങൾ വരാറുണ്ട്. മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ, ചെറുപ്രായത്തിലെ ജീവിതാനുഭവങ്ങൾ, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതികൾ, മാതാപിതാക്കളുടെ പെരുമാറ്റം, ചിന്താരീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സാമൂഹിക കഴിവുകളുടെ കുറവ് ഇവയൊക്കെ വിഷാദത്തിൻ്റെ സാധ്യത കൂട്ടുന്നുണ്ട്. സാമൂഹിക സാഹചര്യങ്ങൾ, മോശം ജീവിതാനുഭവങ്ങൾ, ബന്ധങ്ങളുടെ തകർച്ച, ജീവിതത്തിലെ പരാജയങ്ങൾ, വളരെ അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെ മരണം, ജോലിയിലും പഠനത്തിലുമുള്ള പിന്നോട്ട് പോകൽ, ലഹരി ഉപയോഗം ഇവയും വിഷാദത്തിലേക്ക് നയിക്കാവുന്നതാണ്. ഡിമെൻഷ്യ, തൈറോയ്ഡ് രോഗങ്ങൾ, പാർക്കിൻസൺസ് ഡിസീസ്, ഹൃദ്രോഗങ്ങൾ, ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഡയബറ്റിസ്, ഈ രോഗാവസ്ഥ ഉള്ളവർക്കും ഒക്കെ വിഷാദ സാധ്യത കൂടുതലാണ്. പ്രധാനമായും വിഷാദ രോഗത്തെ 2 തരത്തിൽ തരംതിരിക്കാവുന്നതാണ്. ഒന്ന് യൂണിപോളാർ ഡിപ്രഷൻ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയും. മുകളിൽ വിവരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ പ്രധാനമായും കാണുന്ന അവസ്ഥയാണിത്. ഇത് ഒരിക്കൽ മാത്രം വരികയും വീണ്ടും വീണ്ടും വരികയും ചെയ്യാം. രണ്ടാമതായിട്ട് ഉള്ളത് ബൈപോളാർ ഡിപ്രഷൻ. ഇത്തരത്തിലുള്ളവർക്ക് ഉന്മാദ വിഷാദ രോഗത്തിൻ്റെ ഭാഗമായി മാറി വരുന്ന അവസ്ഥയാണ്. ചിലപ്പോൾ ഉന്മാദ അവസ്ഥയോ അല്ലെങ്കിൽ മാറിയതിനു ശേഷം വിഷാദ അവസ്ഥയോ ഇത്തരക്കാരിൽ കണ്ടുവരാവുന്നതാണ്. വിഷാദ രോഗം കൂടുതൽ കടുപ്പമേറിയതും ആത്മഹത്യ സാധ്യത കൂടുതലുള്ളതുമാണ്. ഇതോടൊപ്പം ഗർഭാവസ്ഥയിലെ വിഷാദം, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിഷാദ ലക്ഷണങ്ങൾ തുടങ്ങിയ അവസ്ഥയും ഉണ്ടാകാവുന്നതാണ്. കുടുംബത്തിൽ മാനസിക രോഗമുള്ളവർ, മുൻപ് വിഷാദ രോഗം ഉണ്ടായിട്ടുള്ളവർ, തുടർച്ചയായി ലഹരി ഉപയോഗമുള്ളവർ, ഗുരുതരമായിട്ട് രോഗം ബാധിച്ചവർ, തൈറോയ്ഡ് രോഗമുള്ളവർ, ജീവിതത്തിൽ കടുത്ത പരാജയമോ നഷ്ടമോ നേരിട്ടവർ, കുടുംബപരവും സാമൂഹികപരവുമായിട്ടുള്ള പിന്തുണ കുറവുള്ളവർ, സാമൂഹികമായി ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ബന്ധുക്കൾക്കും അടുത്തുള്ളവർക്കും ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഇങ്ങനെയുള്ളവരിലാണ് വിഷാദ രോഗം പെട്ടെന്ന് വരുന്നത്.
വിഷാദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനുവേണ്ട ചികിത്സ എടുക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയുന്നത് കൂടിയാണ്.